ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ബന്ധങ്ങൾ ഇതാണ് നമ്മുടെ വിഷയം. അപ്പോ എങ്ങനെയാണ് ഈ ബന്ധം എന്നുള്ളത് ഉണ്ടാകുന്നത്? അതൊരു ബോധത്തിൽ നിന്നും ബന്ധമായി മാറുന്നത് എങ്ങനെയാണ്? ഒരു വ്യവസ്ഥയിലെ ബന്ധങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഈ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള, മൗലികമായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളാണ് സത്യത്തിൽ ഒരു വ്യവസ്ഥയെ നിലനിർത്തുന്നത്. ആ ബന്ധങ്ങളെ മറ്റൊരു രൂപത്തിൽ, ബന്ധങ്ങളുടെ പ്രകടമായ രൂപമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ചില പാരസ്പര്യങ്ങളായിട്ടാണ്, ഇന്ററാക്ഷൻസ് ആയിട്ടാണ്. അതിന് ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്നുകൂടെ നമ്മൾ വിളിക്കാറുണ്ട്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെ ആ വെളിച്ചത്തിൽ ഒളിമ്പസ് പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ പാഠം. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഫണ്ടമെന്റൽ റിലേഷൻഷിപ്സ് സസ്റ്റെയിൻസ് ദ സ്റ്റെബിലിറ്റി ആൻഡ് ഫ്ലോ ഓഫ് എക്സിസ്റ്റൻസ്. സത്തയിലെ പാരസ്പര്യ ബന്ധങ്ങൾ. സത്തയുടെ മൗലിക ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി 5 പ്രധാന ബന്ധങ്ങൾ മനസ്സിലാക്കാം. സത്തകൾ ഒറ്റയ്ക്കല്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലനിൽപ്പും പ്രവർത്തനവും വികാസവും കൈവരിക്കുന്നത്. പശിമാബന്ധത്തിൽ 2 ഘടകങ്ങൾ ഒട്ടിപ്പിടിച്ച് ഏകമായി സ്ഥിരതയും ഘടനയും സൃഷ്ടിക്കുന്നു. ശരീരത്തിലെ കോശങ്ങൾ ചേർന്ന് തന്തുവാകുന്നത് ഇതിനുദാഹരണമാണ്. ഗുരുത്വബന്ധത്തിൽ ഘടകങ്ങൾ ഒട്ടാതെ ചേർന്ന് ഇഴുകി ഒഴുക്ക് സാധ്യമാക്കുന്നു. രക്തവും രക്തക്കുഴലും തമ്മിലുള്ള ബന്ധം ഇത് വ്യക്തമാക്കുന്നു. വികാസബന്ധത്തിൽ ഘടകങ്ങൾ പരസ്പരാനുസൃതമായി മാറി നിൽക്കുന്നു. വായുവും വാതകങ്ങളും ശരീരവുമായി ഇടപെടുന്നത് ഇതിനുദാഹരണമാണ്. അർത്ഥനാബന്ധത്തിൽ ആവശ്യത്തിനനുസരിച്ച് അകന്ന ഘടകങ്ങൾ പരസ്പരം കണ്ടെത്തുന്നു. വിശപ്പും ഭക്ഷണവും തമ്മിലുള്ള ബന്ധം ഇത് കാണിക്കുന്നു. പ്രഭാവബന്ധത്തിൽ ഒരു ഘടകത്തിന്റെ ഗുണങ്ങൾ പുറത്തേക്ക് വ്യാപിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. സത്തയുടെ ഗുണങ്ങൾ മറ്റു സത്തകൾക്ക് അനുഭവമാകുന്നത് ഇതിലൂടെയാണ്. ഇങ്ങനെ ഈ 5 ബന്ധങ്ങൾ സത്തയുടെ നിലനിൽപ്പിനെയും ഇടപെടലിനെയും സമഗ്രതയെയും വ്യക്തമാക്കുന്നു. ഇതാണ് ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഫണ്ടമെന്റൽ അല്ലെങ്കിൽ മൗലികമായ ചില ബലങ്ങൾ പ്രകൃതിയിലുണ്ട്. ഏതൊരു സത്തയെയും നിലനിർത്തുന്നത് ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ്. ഈ ഫോഴ്സിന് നിദാനമാകുന്നത് ബലമാണ്. ബലം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന സമയത്താണ് ആ ഫണ്ടമെന്റൽ ഫോഴ്സ് എന്നുള്ള സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ അത് മുഖ്യമായിട്ടും 5 എണ്ണമാണ് പറയുന്നത്. ഈ 5 എന്നുള്ളതിന്റെ ഇടയിലും വശങ്ങളിലും അതിന്റെ ബഹുമാനങ്ങളിലുമായിട്ട് മറ്റ് ക്രമങ്ങളുണ്ട്, മറ്റു രീതികളുണ്ട്. എങ്കിലും നമ്മളിവിടെ പ്രധാനമായിട്ട് 5 എണ്ണമാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യവസ്ഥ എന്നുള്ള രീതിയിൽ ഒരു കാര്യം നിലനിൽക്കുന്നത് ഒറ്റയ്ക്കല്ല. ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് സഹവ്യവസ്ഥ ഉണ്ടായിരിക്കും, ഉപരിവ്യവസ്ഥ ഉണ്ടായിരിക്കും, ആന്തരിക വ്യവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലനിൽപ്പും പ്രവർത്തനവും വികാസവും ഒക്കെ കൈവരിക്കുന്നത്. ഒന്നിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകമായിട്ടല്ല. അപ്പോ ഒരു വ്യവസ്ഥയുടെ ഘടകങ്ങൾ, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ നിലനിൽക്കുന്നത് ആ ഒരു അവയവം മാത്രമേ ലോകത്തുള്ളൂ, മറ്റുള്ളവയെല്ലാം അതിന്റെ ശത്രുക്കളോ ഒക്കെയാണ് എന്നുള്ള രൂപത്തിലല്ല. ഇവയെല്ലാം പരസ്പര ബന്ധിതങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. എന്റെ കൈ എന്റെ ശരീരത്തിൽ നിലനിൽക്കുന്നത് ശരീരത്തോട് ചേർന്നാണ്, ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് എന്റെ കയ്യിൽ ഞാനൊരു വസ്തു എടുത്ത് തൂക്കിയാലൊന്നും കൈ പൊട്ടിപ്പോവാത്തത്. അപ്പൊ ഈ ഒട്ടിപ്പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ പശിമയോടെ നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പശിമാ ബന്ധം എന്നാണ് നമ്മൾ ആ ബന്ധത്തെ മനസ്സിലാക്കേണ്ടത്. പശിമ, പശ നമുക്കറിയാം, പശിമ ഉപയോഗിച്ചുകൊണ്ടുള്ള ബന്ധം. അപ്പോ അങ്ങനെ ഒരു ബന്ധം വരുമ്പോഴാണ് 2 ഘടകങ്ങൾ, 2ഓ 2ലധികമോ ഘടകങ്ങൾ ഒട്ടിപ്പിടിച്ച് ഏകമായി സ്ഥിരതയോടുകൂടി നിലനിൽക്കുന്നത്. അതിനൊരു ഘടന ഉണ്ടായി തീരും.
അപ്പൊ ആ ഘടനയെ നിർമ്മിക്കുന്ന ആ ഘടനയാക്കി നിലനിർത്തുന്നത് പശിമയാണ്. അത് സാങ്കേതികമായ ഭാഷയിൽ പറയുമ്പോൾ നമുക്കിപ്പോ ഒരു വാഹനത്തിന്റെ ഒരു ഘടന നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ആ സ്കെലിട്ടൺ ഉണ്ടല്ലോ, സ്കെലിട്ടൺ നെട്ടുമ്പോൾ ഇട്ട് മുറുക്കിയിട്ടാണ്. ചിലയിടത്ത് വെൽഡ് ചെയ്യും, കാറിലൊക്കെ വെൽഡ് ചെയ്യും, ചില സ്ഥാനങ്ങളിലൊക്കെ അത് നെട്ടുമ്പോൾ ഇട്ട് മുറുക്കും. അപ്പൊ എന്താണെങ്കിലും ഇത് ഒട്ടിപ്പിടിച്ച് നിൽക്കലാണ്. അവിടെയാണ് അതൊരു സ്ട്രക്ചർ ഉണ്ടാവുന്നത്. സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങനെ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സത്തയുടെ ഘടന അങ്ങനെ നിലനിൽക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ശരീരത്തിലെ കോശങ്ങൾ ചേർന്ന് തന്തുവാകുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. 2 കോശങ്ങൾ ചേർന്ന് തന്തുവാകുന്നു. ഈ തന്തുക്കൾ ചേർന്ന് എന്താ പറയുക, കലകൾ ഉണ്ടാകുന്നു. കലകൾ ചേർന്നിട്ട് അവയവങ്ങൾ ഉണ്ടാകുന്നു. അവയവങ്ങൾ ചേർന്നിട്ട് ശരീരമുണ്ടാകുന്നു. ഇത്രയും വരെ നമുക്കറിയാം. ശരീരങ്ങൾ ചേർന്നിട്ട് സമൂഹം ഉണ്ടാകുന്നു എന്നൊരു കാര്യമുണ്ട്. അത് നമുക്ക് അങ്ങ് മനസ്സിലാവില്ല. പക്ഷെ ഈ ഒട്ടിപ്പിടിക്കൽ എന്നുള്ളൊരവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയിലുണ്ട്. ആ ഒട്ടൽ ഉള്ളത് കൊണ്ടാണ് അത് അതായി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്ഥിരത, ഒരു ഏകകമായി മാറുന്നത്, അതൊരു ഏക വസ്തുവായി മാറുന്നത്, അതിന് സ്ഥിരത കൈവരിക്കുന്നത്, അതിന് ഘടനയുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളതാണ് ഈ പശിമ എന്ന് പറയുന്നത്, പശിമാബന്ധം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, ഈ ഒട്ടിപ്പിടിക്കാൻ വയ്യ. ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്കം ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങേണ്ടതുണ്ട്. ആ അനങ്ങേണ്ടത് ചേർന്ന് നിന്നിട്ടാണ് അനങ്ങേണ്ടത്. ചേർന്ന് നിൽപ്പ് ആവശ്യമാണ്, പക്ഷെ അനങ്ങേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പൊ നമ്മൾ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്നത് അങ്ങനെയാണല്ലോ. ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യമാണ്, പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ടതുണ്ട്. അങ്ങനെ നീങ്ങാനുള്ള ആ ഒരു അനുവാദം നമുക്ക് തരുന്നത് ഗുരുത്വബന്ധം കൊണ്ടാണ്. ഗുരുത്വം എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല, അതിന്റെ ഭാഗമാണ് ആ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ആ സത്തയുടെ ഭാഗമാണ് താൻ എന്ന് വരില്ല. പക്ഷെ ഒരുമിച്ചാണെന്നുള്ള സഹവർത്തിത്വം എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത് ഈ ഗുരുത്വബലം കൊണ്ടാണ്. ശരീരത്തിലെ രക്തക്കുഴലുകളിലൂടെ ഓടുന്നത് ഈ ഗുരുത്വബലം കൊണ്ടാണ്. ശരീരത്തിന്റെ മറ്റേ സോളിഡ് അല്ലാത്ത ഭാഗങ്ങളെല്ലാം ശരീരത്തിൽ ഈ ഫ്രെയിമിനകത്ത് പ്രവർത്തിക്കുന്നത് ഈ ഗുരുത്വബലം കൊണ്ടാണ്. ഇത് നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റ് നമുക്ക് സംസാരിക്കാം, ഇത് കഴിയട്ടെ. അപ്പോ രക്തക്കുഴൽ ഇവ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ആ ഗുരുത്വം മനസ്സിലാക്കുക. ഒരു പാത്രത്തിനകത്തേക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പാത്രത്തിന്റെ രൂപത്തിനനുസരിച്ച് വെള്ളം അനുരൂപപ്പെടുക എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇതെല്ലാം ഗുരുത്വ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് വികാസം. അപ്പൊ അവിടെ അങ്ങനെ നിൽക്കുന്നതിന് പകരം വികസിക്കുന്ന സ്വഭാവം. വികാസബന്ധത്തിൽ ഘടകങ്ങൾ പരസ്പരാനുസൃതമായി മാറി നിൽക്കുന്നു. നമ്മളൊരു ഡോറിൽ കൂടെ കടക്കുകയാണെങ്കിൽ അപ്പുറത്തൂടെ ഒരാൾ വരികയാണെങ്കിൽ നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കും അല്ലെ? ആ ഒതുങ്ങിക്കൊടുക്കല്, ഇപ്പോ വല്ല തടിയുള്ള ഒരാളാന്ന് വെച്ചാൽ ഒതുങ്ങിയാലും മറ്റേ ആൾ ഒന്ന് മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കടന്നു പോകാൻ കഴിയില്ല, ഒതുങ്ങലുണ്ടാവില്ല. പക്ഷെ ഒതുങ്ങാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലോ, ഇപ്പൊ പരസ്പരാനുസൃതമായി ഒതുങ്ങിയും മാറിയും നിൽക്കാനുള്ള ശ്രമം, ആ ശ്രമത്തെയാണ് നമ്മൾ വികാസബന്ധം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ബന്ധമുണ്ട് പക്ഷെ മാറിയാണ് നിൽക്കുന്നത്, ബന്ധം നിലനിർത്തുന്നുണ്ട് പക്ഷെ മാറിയാണ് നിൽക്കുന്നത്. ഇതിനെയാണ് വികാസബന്ധങ്ങൾ എന്ന് പറയുന്നത്. അത് വാതകങ്ങൾക്ക് ഈ സ്വഭാവമാണുള്ളത്, വികാസബന്ധമാണുള്ളത്. അത് പരസ്പരാനുസൃതമായി മാറി നിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ വായു മറ്റു വാതകങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. ഉണ്ടാവുന്ന വെച്ചാൽ വാതകങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വായു മറ്റുള്ള ഒക്കെ പുറത്തുനിന്ന് കയറുന്നുണ്ട്, അകത്തും വായു നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇത് ശരീരവുമായിട്ട് ഇടപെടുന്ന രീതി ഈ വിധത്തിലാണ്, വികാസ ബന്ധത്തിലാണ്. അടുത്തതായിട്ട് ആവശ്യത്തിനനുസരിച്ച് അകന്ന ഘടകങ്ങൾ പരസ്പരം കണ്ടെത്തുന്നതാണ്. ഇപ്പോ എനിക്ക് വിശക്കുന്നു എന്ന് വെച്ചാൽ എന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അകത്തേക്ക് ചെല്ലണം എന്ന ശരീരത്തിന്റെ ആവശ്യം മുൻപോട്ട് വയ്ക്കുകയാണ്. മുൻപോട്ട് വെച്ചു കഴിഞ്ഞാൽ ഇത് ഫുൾഫില്ല് ചെയ്യാനുള്ള ഘടകങ്ങളെ എന്റെ പരിസരത്ത് നിന്നും ഞാൻ കണ്ടെത്തി സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ വാക്യൂം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് വലിച്ചെടുക്കുന്നതാണ് അർത്ഥനാബന്ധം എന്ന് പറയുന്നത്. ഇന്നത് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട്
ആ റിക്വസ്റ്റിനനുസരിച്ച് വേണ്ടത് സ്വീകരിക്കുന്ന ഒരവസ്ഥ. നമുക്ക് വിശപ്പ് വരുമ്പോ ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് വരും, അല്ലെങ്കിൽ വിശന്നാൽ ഭക്ഷണം നമ്മൾ നൽകും. ഈ ചോദന ഉണ്ടാവുന്ന ജൈവ വസ്തുക്കളിലാണ് ഇത് സാധാരണ ഉണ്ടാവുക. ഇതൊരു മൃതവസ്തുവിൽ അത് ഉണ്ടാവില്ല. ഒരു കാറിന്റെ പെട്രോൾ തീർന്നത് അവിടെ നിൽക്കും. പെട്രോൾ വേണം എന്ന് കാർ ഡിമാൻഡ് ചെയ്യില്ല. ജൈവ വസ്തുക്കളാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞാൽ ഭക്ഷണം വേണം എന്ന് പറയും, സ്നേഹം വേണമെങ്കിൽ സ്നേഹം വേണമെന്ന് പറയും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ഇത് ജൈവ വസ്തുക്കളിൽ ഉണ്ടാവുന്ന സ്വഭാവമാണ്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും ജൈവ വസ്തുക്കളിൽ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോ ചിലതരം രാസപ്രവർത്തനങ്ങളൊക്കെ ഈ ഭാഗത്തിൽപ്പെട്ടതാണ്. എനിക്കത് എന്താണെന്ന് എടുത്തു പറയാൻ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. എങ്കിലും ഇത്തരം അർത്ഥനാബലങ്ങള് അകന്ന ഘടകങ്ങൾ, പരസ്പരം അകന്ന് നിൽക്കുന്ന ഘടകങ്ങളെ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ പരസ്പരം കണ്ടെത്താൻ സഹായിക്കുന്നതാണ്. ഇതാണ് അർത്ഥനാബന്ധം എന്ന് പറയുന്നത്. അടുത്തത് പ്രഭാവബന്ധമാണ്. പ്രഭാവം എന്ന് വെച്ചാൽ നമ്മള് ഒരു സത്ത ഒരിടത്ത് നിൽക്കുന്നുണ്ടെന്നിരിക്കട്ടെ, മറ്റൊരു സത്തയ്ക്ക് അതിന്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ശരീരം ഉപയോഗിച്ചിട്ടോ ഇതിന്റെ പ്രസൻസിനെ അറിയുന്നത് ഈ സത്ത അതിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഒരു സന്ദേശം പുറത്തേക്ക് വമിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇതിന്റെ പ്രഭാവത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതിന്റെ പ്രഭവ കേന്ദ്രത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് കൊണ്ടാണ്. അത് വികിരണങ്ങൾ വഴിയാണ്, പ്രകാശ വികിരണങ്ങൾ വഴി അല്ലെങ്കിൽ ഗന്ധവികിരണങ്ങൾ വഴി ഒക്കെയാണ് അത് നൽകുക. അപ്പോ ഒന്നിന്റെ എക്സിസ്റ്റൻസിനെ വെളിയിലേക്ക് പ്രഭവിപ്പിക്കുന്നതാണ് പ്രഭാവബന്ധം എന്ന് പറയുന്നത്. അത് ഘടകത്തിന്റെ ഗുണങ്ങൾ പുറത്തേക്ക് വ്യാപിപ്പിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതാണ്. ഇതാണ് പ്രഭാവബന്ധം എന്ന് പറയുന്നത്. അപ്പോ മൃതവസ്തുക്കൾ മുതൽ ജൈവ വസ്തുക്കൾ വരെയുള്ളവയുടെ ആ 5 തരം ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു സത്തയുടെ ഗുണങ്ങൾ മറ്റു സത്തകൾക്ക് അനുഭവമാകുന്നത് ഈ പറയുന്ന പ്രഭാവബന്ധത്തിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള 5 ബന്ധങ്ങൾ വഴിയാണ് ഒരു സത്ത നിലനിൽക്കുന്നതും അതിന്റെ ഇടപെടൽ നടത്തുന്നതും സമഗ്രതയിലൂടെ സമഗ്രഭാവത്തിനതായിത്തീരുകയും ചെയ്യുന്നത്. അതായത് ഏതൊരു സത്തയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യമായിട്ട് അതിന്റെ ന്യൂക്ലിയസിനോട് ചേർന്ന് മറ്റുള്ള ഘടകങ്ങളെല്ലാം ഒത്തുചേർന്ന് നിൽക്കണം. അതിന്റെ കുറച്ചു ഭാഗങ്ങൾ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കണം. അതിന്റെ കുറച്ചു ഭാഗങ്ങൾ മറ്റുള്ളവയുമായിട്ട് ചേർന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് മറ്റുള്ളവയ്ക്ക് വേണ്ടി അല്പം വഴങ്ങിയും ഇഴുകിയും പോകേണ്ടതുണ്ട്. അതിനുശേഷം വേണ്ടതെന്ത് എന്നുള്ളത് കണ്ടെത്തുകയും വേണ്ടാത്തതിനെ ഒഴിവാക്കുകയും, അർത്ഥനാബന്ധത്തിന്റെ മറ്റൊരു തലമാണത്. വേണ്ടത് സ്വീകരിക്കുകയും വേണ്ടാത്തതിനെ ഒഴിവാക്കുകയും വേണം. ഈ പ്രവാഹ വിന്യാസമൊക്കെ ഇതിനകത്തുകൂടെ വരുന്നതാണ്. അടുത്തെന്താന്ന് വെച്ചാൽ ഇതിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പുറത്തുള്ളവരെ അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ളവയ്ക്ക് ഇതിന്റെ എക്സിസ്റ്റൻസ് ബോധ്യപ്പെടാനായിട്ടുള്ള പ്രഭാവബന്ധമാണ്. അങ്ങനെ ഒരു സത്തയുടെ എക്സിസ്റ്റൻസിന് അതിന്റെ പരിസരവുമായി ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള 5 മൗലികമായ ബന്ധങ്ങളാണ് ഈ പറഞ്ഞ പാരസ്പര്യ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അത് പശ്ചിമ, ഗുരുത്വം, വികാസം, അർത്ഥന, പ്രഭാവം എന്നിങ്ങനെ 5 എണ്ണമാണ്. ഇതില്ലാതെ ഒരു സത്തയ്ക്ക് നിലനിൽക്കാനാവില്ല. ഇപ്പോ നിങ്ങളുടെ ശരീരത്തെ വെച്ചുകൊണ്ട് നമ്മൾക്കിത് മനസ്സിലാക്കാം. കുടുംബത്തെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ അമ്മയും മക്കളും തമ്മിൽ ഉള്ള ബന്ധം, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മക്കൾ പറക്കമുട്ടാനാകുന്നത് വരെ അത് ഗുരുത്വബന്ധമാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, ആ കുടുംബം കുടുംബമായിരിക്കുന്നിടത്തോളം കാലം ആ ഗുരുത്വബന്ധം, ആ പശ്ചിമാബന്ധം അവിടെ ഉണ്ടാവും, പശ്ചിമാബന്ധം ഉണ്ടാവും. മക്കൾ വലുതാകുമ്പോൾ അച്ഛനും അമ്മയോട് ചേർന്നുകൊണ്ട് അവർ പ്രവർത്തിക്കും, ചേർന്നുകൊണ്ട് പ്രവർത്തിക്കും. അത് ഒരു കൗമാരത്തിലേക്ക് കടക്കുന്നവരെയുള്ള കാലം. കുറച്ചുകൂടെ കഴിയുമ്പോൾ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കയറുന്നതോടെ അച്ഛന്റെ അമ്മയുടെയും അടുത്തുനിന്ന് അച്ഛൻ വന്നു കഴിഞ്ഞാൽ മകനെ എഴുതിട്ട് പോകും. ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ രീതിയിൽ ഇത് കുറച്ചുകൂടെ വികസിക്കും, വികാസബന്ധമായി. കുറച്ച് കഴിയുമ്പോൾ മക്കൾ ദൂരത്തേക്കൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് ഈ മക്കൾക്ക് അച്ഛനും അമ്മയും കാണണം തോന്നും, അച്ഛനും അമ്മയ്ക്ക് മക്കളെ കാണണം തോന്നും, സഹോദരങ്ങളെന്ന് കാണണം തോന്നും, അർത്ഥന ചെയ്യും, വന്നു ചേരും. ഇതില് വീണ്ടും മക്കള്
വലുതായി അല്ലെങ്കിൽ വ്യക്തി വലുതായി അവര് വികസിച്ച് പോവുകയാണ്. ആ വികാസത്തിലൂടെ ഇവർ ബഹുദൂരത്തേക്ക് പോകുമ്പോൾ പോകാൻ പാകമാകുന്ന സമയത്ത് ഇവരെക്കുറിച്ചുള്ള പ്രഭാവം വെളിപ്പെടും. അങ്ങനെ ഈ കുടുംബം വെളിയിൽ അറിയപ്പെടും. അങ്ങനെ വീണ്ടും കുടുംബം അറിയപ്പെട്ട് ഇവർ ദൂരത്തേക്ക് പോകുമ്പോൾ ഇന്നിടങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബം ഉണ്ടെന്ന് പറയപ്പെടും. പക്ഷെ കുടുംബം എക്സിസ്റ്റ് ചെയ്യില്ല. കുടുംബം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവര് ഈ പറഞ്ഞ ബന്ധങ്ങളിലൂടെ തിരിച്ചു വന്ന് ആ ഗുരുത്വ ബന്ധത്തിലേക്ക് ചേർന്ന് നിൽക്കണം. അങ്ങനെയുള്ളത്തെ ആ കുടുംബത്തിന്റെ ധർമ്മം നടപ്പിലാക്കാൻ പാകത്തിൽ ആ പരമ്പരയ്ക്ക് നിലനിൽക്കാനാവുകയുള്ളൂ. അപ്പൊ ഈ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രമല്ല, കുടുംബത്തിലോ സമൂഹത്തിലോ ഗോത്രത്തിലോ എല്ലാം ബാധകമാണ്. ഒരു സ്പീഷീസിനെ എടുത്തു കഴിഞ്ഞാൽ, ഒരു സസ്യത്തെ എടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെയൊക്കെ ഇത് ബാധകമാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ ഈ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പുകൾ എവിടെയെല്ലാം ഉണ്ട് എന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വല്ലാതെ സഹായിക്കും. വേറെയും ചില ബന്ധങ്ങൾ നമുക്ക് നാളെ പരിചയപ്പെടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.